ഹലോ മൈ ഗൈസ്. അപ്പോൾ അവൽ സുബൈക്കൻ എണീച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ വയ്യേ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നേരത്തെ പോയി ബ്രഷൊക്കെ ചെയ്ത് പിന്നെ നല്ലൊരു കുളി അങ്ങോട്ടാണ് പാസ്സാക്കി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരെ പോകാൻ പോകുന്നത് അരീക്കോട് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. നമുക്ക് ഇക്കുറിക്കത്തെ ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെ നമ്മൾ നേരെ അരീക്കോടിലോട്ട് പോവാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഇവരൊക്കെ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കാൻ വന്നവരാട്ടോ. അതിനുശേഷം നമ്മൾ CI സാറിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വണ്ടി ഇവിടെ കണ്ടത് കേട്ടോ. എമർജൻസി റെസ്ക്യൂ വെഹിക്കിൾ എന്ന് പറഞ്ഞ ബുള്ളറ്റ്, ഇങ്ങനത്തെ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അടിപൊളിയായിട്ടോ കാണാൻ. അങ്ങനെ CI സാർ വന്ന് നമ്മളെ അകത്തോട്ട് വിളിച്ചു. അങ്ങനെ എല്ലാവരും നമ്മൾ അകത്തോട്ട് പോയിട്ടോ. അതിനുശേഷം CI സാറിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും, ബൂത്തിൽ പാലിക്കേണ്ട മര്യാദകളും കാര്യങ്ങളെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ സ്പെഷ്യൽ പോലീസിൻ്റെ ഡ്യൂട്ടി ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. കാരണം നമ്മൾ ബൂത്തിലേക്ക് പറഞ്ഞേക്കാൻ പോകാനുള്ളൂ. അപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ആ ഏരിയ കാര്യങ്ങളൊക്കെ ഫോൺ യൂസ് ചെയ്ത് അങ്ങനത്തെ ക്യാമറ കുറേ കാര്യങ്ങൾ CI സാർ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടുത്തെ ക്ലാസ്സും കാര്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ വന്നു. നമുക്ക് എൻ്റെ കൂട്ടം ഡ്രസ്സ് എടുക്കാനുണ്ട്. നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ ആ ഡ്രസ്സും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഒരു ബാഗിലാക്കിയത് നമ്മളൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ അവിടെ. അതിനുശേഷം നമ്മൾ ഉച്ച ഒരു 3 മണി ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല വെയിലാണ്, നമ്മൾ ആ ബൂത്തിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ബൂത്തിലെത്തിയിട്ട് നമ്മൾ അടുത്തുള്ള സ്കൂളിൽ ഒരു GLP സ്കൂളിലാണ് നമ്മൾ ബൂത്ത് വരുന്നത്. അങ്ങനെ അവിടെ എല്ലാവരും പോളിംഗ് ഓഫീസറും ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് പോസ്റ്ററും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ പോളിംഗ് നടക്കുന്ന സ്കൂൾ കേട്ടോ. പിന്നെ ഇതിനകത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ അലൗഡ് അല്ല, അതുകൊണ്ട് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 5 മണിയായപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഓഫീസറും പോലീസുകാരും ബൂത്ത് ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയി ഒരു വെള്ളം കുടിക്കാൻ പോയി. സാർ അവിടെ ചായ കുടിക്കുന്നുണ്ട്, ഞാനൊരു സോഡയും കുടിച്ചു. പിന്നെ രാത്രി ആയപ്പോൾ പാർട്ടിക്കാരവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ ബൂത്ത് ചെക്ക് ചെയ്യാൻ വന്നതാണ്. പിന്നെ രാത്രി ഒരു 11 മണിയായപ്പോൾ നമ്മൾ ബൂത്തിൻ്റെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടോ. ആ നിർബന്ധമാണ് ക്ലോസ് ചെയ്ത്. അങ്ങനെ നമ്മുടെ ആ വോട്ടിംഗ് ദിവസം വന്നിട്ടോ. രാവിലെ തന്നെ നല്ല തിരക്കാട്ടോ, കാരണം അത്യാവശ്യം എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ പോയി നമ്മൾ അവകാശം വിനിയോഗിച്ചിട്ടോ. അങ്ങനത്തെ ഒരു ഉച്ചയായപ്പോൾ നമുക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ടീച്ചറുണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ ഒരു 6 മണി ആകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഗ്രൂപ്പ് ഓഫീസർ വന്ന ആളുകളൊക്കെ ഒഴിപ്പിച്ചിട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. അങ്ങനെ ഓഫീസർമാർ വോട്ടിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ എല്ലാം പാക്ക് സെറ്റ് ചെയ്ത് പുറത്തോട്ട് വെച്ചിട്ടോ. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ചക്കന്മാരോടൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.